Hi friends, എല്ലാവർക്കും സീമ സ്മോൾ കിച്ചന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു കോഫിയാണ്, കാപ്പുച്ചിനോ. എല്ലാവരും വീടുകളിൽ തയ്യാറാക്കുന്ന പോലെ തന്നെയാണ് ഞങ്ങളും തയ്യാറാക്കാൻ പോകുന്നത്. അത് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. കാപ്പുച്ചിനോ തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്തു വെച്ചിട്ടുണ്ട്. അത് പരിചയപ്പെടുത്താം. ഇത് 2 ടീസ്പൂൺ കാപ്പിപ്പൊടിയാണ്. പിന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം വേണം. അതുപോലെ അതേ അളവിൽ തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും നമുക്ക് ആവശ്യമുണ്ട്. നമുക്കിതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഈ കാപ്പിച്ചിനോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തേക്കുന്ന കാപ്പിപ്പൊടി എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ മാർക്കറ്റിൽ പലതരത്തിലുള്ള കാപ്പിപ്പൊടികൾ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തേക്കുന്നത്. അതുകൂടാണ്ട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ഉള്ള ABTയുടെ ഒക്കെ പൗഡറുകൾ കിട്ടും, കാപ്പിപ്പൊടികൾ കിട്ടും. പക്ഷെ നമുക്ക് അത് വെച്ചിട്ട് ഇത്ര സ്മൂത്തായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഈ ഒരു കോഫി തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എടുക്കുന്ന കാപ്പിപ്പൊടി ബ്രൂവിൻ്റെയോ അങ്ങനത്തെ മീൻസ് തരിയായിട്ടുള്ള കാപ്പിപ്പൊടിയാണ് വേണ്ടത്. ഇപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബ്രൂവിൻ്റെ കാപ്പിപ്പൊടിയിലേക്ക് എടുത്തു വെച്ച 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞങ്ങളുടെ കയ്യിലൊരു ബീറ്ററുണ്ട്. ഒന്നുമില്ല എങ്കിൽ നിങ്ങൾ കൈ വെച്ച് ഇതേപോലെ ഇളക്കി കുറച്ച് നേരം നമ്മളിത് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്കിങ്ങനെ പതഞ്ഞ് വരും. അല്ല എങ്കിൽ നമുക്ക് നമ്മുടെ ബീറ്റർ എടുത്തിട്ട് ഒന്ന് പതപ്പിച്ചെടുത്താൽ മതിയാകും. അല്ലാത്തവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതും ഇല്ലാത്തവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ മിക്സിനകത്ത് ഈ ഒരു കൂട്ടിട്ടിട്ട് നമ്മൾ ബാക്കിലേക്ക് തിരിച്ച് മിക്സി ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതുപോലെ നല്ല ഫ്ലഫി ആയിട്ടുള്ള കോഫിയുടെ മിക്സ് നമുക്ക് കിട്ടും. അങ്ങനെ നമ്മുടെ കാപ്പിച്ചിനോയ്ക്കുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ആ മിക്സ് കിട്ടേണ്ടത്. ഇനി നമുക്ക് കുറച്ച് പാല് തിളപ്പിച്ചിട്ട് അതിനകത്തേക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി പാല് തിളപ്പിക്കുമ്പോൾ നിങ്ങളധികം പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ഓൾറെഡി പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അപ്പം ഇത് ഒഴിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് പഞ്ചസാര ആഡ് ചെയ്താൽ മതിയാവും കേട്ടോ. നമ്മൾ പാല് തിളപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ചൂടോടുകൂടി നമുക്ക് കുടിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിനകത്തേക്ക് ആദ്യം നമുക്ക് 2 സ്പൂൺ കടുപ്പനുസരിച്ചിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ എല്ലാവരും. ഞാനിപ്പോൾ ആദ്യം 1 സ്പൂൺ ഒഴിച്ച് നോക്കാം. നമുക്ക് പതുക്കെ ഇളക്കി കൊടുക്കണേ. നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് നല്ലതായിരിക്കും, പക്ഷേ എനിക്കത് വലിയ അറിവില്ല അതിനെപ്പറ്റി. ഞാൻ പലവരുടെയും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഭയങ്കര ഡിസൈനൊക്കെ ചെയ്തിട്ട്. അപ്പോൾ അത് കാണുമ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ട് ചെയ്യണമെന്ന്. പക്ഷെ അറിയില്ല എങ്ങനെയാണെന്ന്. പഠിച്ചിട്ട് ഞാൻ ഒരു ദിവസം ട്രൈ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഡിസൈൻ ചെയ്യണേന്നുള്ളത്. ഇപ്പോൾ ഏകദേശം നമ്മുടെ കോഫി അത് കണ്ടോ നല്ലപോലെ നമ്മളിപ്പം കാപ്പുച്ചിനോ ഒരു ഹോട്ടലിൽ പോയി ഓർഡർ ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒരു പരുവത്തിൽ ആയിട്ടുണ്ട്. ഈ ഒരു ഇതിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മധുരമൊക്കെ നോക്കിയിട്ട് കുറച്ചും കൂടി ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഒരു മഴയുള്ള സമയത്ത് സുഖമായിട്ട് നമുക്ക് വൈകുന്നേരം ഒരു കാപ്പിച്ചിനോ കുടിക്കാൻ ആഗ്രഹം തോന്നുമ്പോൾ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കി ട്രൈ ചെയ്യാം. അതിൻ്റെ കൂടെ കുറച്ച് സ്നാക്സ് ആണെങ്കിലും ഉണ്ടാക്കി നോക്കാം. നമുക്ക് കുട്ടികൾക്കും എല്ലാവർക്കും കൊടുത്ത് നമുക്ക് സന്തോഷം പങ്കുവെക്കാം. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. നന്ദി. എല്ലാവരും വീഡിയോസ് എല്ലാം കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.